ഇന്നൊരു വളരെ ചെറിയൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ദേ രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാനോർത്ത് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് ഓർത്താണ് ഇരിക്കണത്. എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ കറിയൊക്കെ ഇത്തിരിയേ ഉള്ളൂ. വറുത്ത മീനും രസവുമായിരുന്നു. ഇവിടെ മിക്കപ്പോഴും രാത്രി പലഹാരമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, പുട്ടാണെങ്കിലും ഗോതമ്പിൻ്റെ ദോശയാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനോർത്ത് കുറച്ച് നുറുക്ക് ഗോതമ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഉപ്പുമാവേ രാത്രി മാത്രമല്ല കേട്ടോ, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഐറ്റംസ് ഇല്ലേ, അതിലും ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഈ പിള്ളേർക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ പലഹാരങ്ങൾ ഇഷ്ടമാണെങ്കിൽ കഴിക്കും. എന്നാലും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കുകയോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. എൻ്റെ മോൾക്ക് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്കൂളിലോട്ടൊക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ബീൻസും എടുത്തിട്ടുണ്ട്, ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ പച്ചക്കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കൂലേ, അതേപോലെ സവാളയും ഇഞ്ചിയും പച്ചമുളകും മാത്രം ഇട്ടുണ്ടാക്കാം. പച്ചക്കറി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളായിട്ടിരിക്കും. ഇനി വേഗം തന്നെ ഉപ്പുമാവിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ പച്ചക്കറികളെല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഉപ്പുവെള്ളത്തിലിടാം കേട്ടോ. എനിക്കിപ്പോൾ വളരെ അധികം സമയമില്ലാത്തത് കാരണം ഞാനിപ്പോൾ ഒരു 3-4 വട്ടം കഴുകിയൊക്കെ എടുക്കണേണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അതിപ്പോൾ ഓരോ സാഹചര്യം പോലെ ഇരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. വേഗം തന്നെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണേണ്. ഈ റെസിപ്പി പറഞ്ഞു തന്നത് എനിക്ക് ചേട്ടൻ്റെ അമ്മയുണ്ടാ. ആദ്യമായിട്ട് ഞാനിത് കഴിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇത് വെച്ച് ഇതേപോലെ ഉണ്ടാക്കാം. പിന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞിയും ഇടയ്ക്ക് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അവിടെ അപ്പുറത്ത് അപ്പച്ചൻ ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്തോട്ട് കൂടി അമ്മ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഒരു ദിവസം കൊണ്ടുവന്നതാണ് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കേട്ടോ. ആദ്യം പച്ചക്കറി ഇടാണ്ടും കൊണ്ടുവന്നു, പിന്നെ പച്ചക്കറി ഇട്ടിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എപ്പോഴും ഈ പച്ചക്കറിയൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുമ്പോഴാണ്. ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ പഴം ഉണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒന്ന് കോരി കഴിച്ചാൽ മതി. അപ്പോൾ ഇതേ നുറുക്ക് ഗോതമ്പ് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് മീഡിയം തീയിൽ 2 വിസിൽ അടിച്ചെടുക്കണം. ഈ നുറുക്ക് ഗോതമ്പ് കുതിർത്തണതിന് മുമ്പ് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് വേണം കുതിർത്തി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കഴുകണ കാര്യമൊക്കെ പറയാൻ വിട്ടുപോയി. ആദ്യം പറഞ്ഞില്ല, പിന്നീടാണ് പറയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അങ്ങനെ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് കുക്കർ വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമും പോയിട്ട് മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മതി. ഇതിലോട്ട് ഉപ്പുമാവിന് ആവശ്യമായ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോള, പിന്നെ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങോട്ട് വഴണ്ട് പോകണ്ട, നമ്മൾ സാധാരണ ഉപ്പുമാവിന് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ. അപ്പം ഞാൻ ഈ ക്യാരറ്റും ബീൻസും ചെറുതായിട്ടൊന്ന് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. അതായത് ഒരിത്തിരി കൈവെള്ളം തളിച്ച് ഒരു തുള്ളി ഉപ്പും ഇട്ട് നേരിയതായിട്ടൊന്ന് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയൊക്കെ മൂത്ത് കഴിയുമ്പോഴേക്കും ഈ പച്ചക്കറി കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴേക്കും നമ്മുടെ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, ഇതേപോലെ ആയിട്ടുണ്ട്. ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ അടിക്ക് പിടിച്ചിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഇതെന്തായാലും അടിക്ക് പിടിക്കുമെന്ന് ഓർത്തു. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കണില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണവരാണെങ്കിൽ ഒരിത്തിരി എണ്ണ കൂടി നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പേടി അങ്ങോട്ട് മാറിക്കിട്ടും. എന്തായാലും ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ അടിക്ക് പിടിക്കൂല. എന്നിട്ട് ഈ നുറുക്ക് ഗോതമ്പൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഒരിത്തിരി നേരം ഒന്ന് മൂടി വെച്ച് ഇരിക്കണം, ഒന്ന് ചൂട് കയറാനായിട്ട്. അധികം ഒന്നും ഇനി വെന്തൊടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.